ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വേടനെ മുൻനിർത്തി ജാതി കാർഡ് ഇറക്കി കളിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്ന ഒരു ക്യാപ്ഷനോടെ അഖിൽ മാരാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അഖിൽ മാരാർ വേടനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി, അഖിൽ മാരാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് എല്ലാവരും അഖിൽ മാരാറിൻ്റെ നെഞ്ഞത്ത് കയറുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിട്ട് ചിലവർ വേടനൊപ്പം, ചിലവർ അഖിൽ മാരാർക്കൊപ്പം എന്നുള്ള രീതിയിലൊരു സംഗതി ഉണ്ടായിരുന്നു. ചില ആളുകൾ പേഴ്സണലി ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് അഖിൽ മാരാർക്ക് വിവരമില്ല, അഖിൽ മാരാർ RSS കാരനാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. അപ്പോൾ വേടൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇവിടെ അധീനതയിലല്ല മൂപ്പര് സ്വതന്ത്രനായ കലാകാരനാണെന്നുള്ള രീതിയിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിലനിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേടൻ്റെ ഒരു ചിറ്റാറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം തോന്നുന്നു. എന്നിട്ട് ഈ വിഷയത്തിലേക്ക് കിടക്കാവുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ അരുൺകുമാറായിട്ട് റിപ്പോർട്ടർ ടി വിയിലല്ലേ, റിപ്പോർട്ടർ ടി വിയിൽ രാവിലെ മോർണിംഗ് ഷോയിൽ മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അല്ലേ. അപ്പം അതിൽ മൂപ്പര് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ടല്ല കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ദളിതർക്ക് അല്ലെങ്കിൽ മൂപ്പര് പറയുന്നത് പഠിപ്പിക്കുന്ന സാധനമൊന്നും മണ്ടയിൽ കയറാത്തത്, അത് അവരെ DNA ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു എക്സലൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള മൂപ്പരെ കുറച്ച് സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം. ഇവിടെ എന്താണ് അഖിൽ മാരാർ പറയുന്നത് നോക്കാം കേട്ടോ. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നൽകിയ ഒരു അഭിമുഖത്തിൽ വേടനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളിൽ ചില ആൾക്കാർ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട്, സമൂഹത്തിന്റെ പൊതു രീതി അതാണ്, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ചെറിയ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കും. അപ്പോൾ ആ ഇന്റർവ്യൂ കാണാത്തവർക്കും മറ്റും വേണ്ടിയിട്ട് ഞാനത് കൂടുതൽ വിശദമാകാം. കാര്യം പല ആൾക്കാരും കണ്ടിട്ടുള്ളത് ഈ അടർത്തിയെടുത്ത ഭാഗങ്ങളിൽ പലരും റിയാക്ഷൻ വീഡിയോസാണ്. ഞാൻ എന്തുകൊണ്ടാണ് വേടനെതിരെ പറഞ്ഞത് എന്നതിൽ നിന്ന് ആരംഭിക്കാം. അപ്പോൾ അതിന് തൊട്ട് മുൻപ് തന്നെ നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത്, വേടനെതിരെ എന്തുകൊണ്ട് മൂപ്പര് പറഞ്ഞു എന്നുള്ളത് മൂപ്പരിനെ പറയേണ്ടത്. ഇതിലിപ്പോൾ തമ്പനയിലിനെ കൊടുത്തിട്ടുള്ള വേടൻ VS അഖിൽ മാരാർ ഇങ്ങനൊരു സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാര്യമുണ്ടല്ലോ, കലാപം മണിച്ചേട്ടന്റെ ജീവിതം. അതായത് ഞാനത് പറയാൻ കാരണം പലർക്കും തോന്നുന്നുണ്ടാവുക വേടൻ എഗെയിൻസ്റ്റ് അഖിൽ മാരാർ, വേടൻ VS അഖിൽ മാരാർ രണ്ട് ചേരികളായിട്ട് ഇവർ ഇതുണ്ടോ. ഇത് അഖിൽ മാരാറിനെ പറയേണ്ടത് എന്തുകൊണ്ടാണ് വേടനെ എതിരെയാണ്. വേടന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കവേ കലാപം മണി തന്റെ ജീവിത സാഹചര്യങ്ങൾ എഴുതി പാടിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു കലാപം മണി അല്ല അത് എഴുതിയത്. എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കലാപം മണി എഴുതി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമേ അല്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ കഴിയും. അതായത് ഇവിടെ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാഭവൻ മണി സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പാട്ടുകളൊക്കെ എഴുതിയിട്ട് പാടിയിരുന്നത്. പക്ഷേ വേടൻ അങ്ങനെയല്ല ചെയ്യണത്. വേടൻ്റെ ചുരുക്കനുഭവങ്ങൾ വെച്ചിട്ട്, പക്ഷേ വേടൻ അഡ്രസ്സ് ചെയ്യുന്നത് വേറെ കുറേ കാര്യങ്ങളാണ് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് മൂപ്പർക്ക് കലാഭവൻ മണി ചെയ്ത ഒരു രീതിയിലല്ലോ മൂപ്പർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സംതിങ് ഫിഷി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഈ ആറിലെ ഒരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടല്ലോ, മൂപ്പര് പറയുന്നുണ്ട് ഇത് എന്ത് വിഡ്ഢിത്തമാണ്, വിവരക്കേട് വിളമ്പുകയാണ് അഖിൽ മാരാർ വിഡ്ഢിയാണ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു ചെങ്ങായി ഇട്ട് അതുൽ വ്ളോഗ്സിൻ്റെ അവൻ്റെ പേരതാണ്. അവൻ്റെ വീഡിയോയിൽ അവൻ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക. അതായത് പറയണ പോയിൻ്റ് അല്ല അവൻ ശ്രദ്ധിക്കുക. അവൻ ആ വ്യക്തിയെ കിട്ടുക അപമാനിച്ചിട്ട് ഒരു ലെവലിൽ എത്തിക്കും. ഇപ്പോൾ ആ രേണുസുധിയുടെ വിഷയമായിക്കോട്ടെ, അഖിൽ മാരാറിൻ്റെ വിഷയമായിക്കോട്ടെ, ഇപ്പം ഇങ്ങനെ പറയണത് നിനക്ക് വിവരമില്ല, നീ വിഡ്ഢിയാണ്, നീ പൊട്ടനാണ്, നീ കൊണക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ അവൻ സംസാരിക്കുക. അപ്പോൾ അത് ആ വ്യക്തിയെ കിട്ട് തരം താഴ്ത്തിയിട്ട് ഒരു ലെവലിലെത്തിയിട്ട്, അത് ഇവനാണല്ലോ കോടതി, അതുല്യ ഇവനാണ് കോടതി, ഇവൻ എല്ലാം പെർഫെക്റ്റായ മനുഷ്യനാണ്. ഇവൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ കൊല്ലം സുധീനെ കൊന്നതാര് എന്നൊക്കെ പറഞ്ഞ് തീർത്തതാര് ഇങ്ങനെയൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് തമ്പനയിലൊക്കെ ഇട്ടിട്ട് ഓരോ സാധനമൊക്കെ ഇവൻ തീരുമാനിച്ച് കൊന്നതാണെന്ന്. അപ്പോൾ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഒരു ഊളത്തെങ്ങായി അതുൽ വ്ളോഗ്സ്. അവൻ ഇങ്ങനെ ആളുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വരുമ്പോഴേ, അതിപ്പോൾ അയാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അയാളുടെ ഒരു കാര്യം അയാളെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പോയിൻ്റ് അല്ലേ ശ്രദ്ധിക്കുക, അല്ലാണ്ട് വ്യക്തിനാണ് തരുന്നത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ അതുൽ എല്ലാ രീതിയിലും പെർഫെക്റ്റായ ആളാണോ? എന്നാൽ പിന്നെ ഓക്കെ, സമ്മതിച്ച്. പക്ഷെ എന്ത് കഷ്ടം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷനും ഡിബേറ്റും ഒന്നും ഇവിടെ പോസിബിൾ അല്ലാത്ത രീതിയിൽ അങ്ങനെ രീതിയിലാണ് അവൻ ഇങ്ങനെ സംസാരിക്കണത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് അവനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് അതുൽ ചെയ്തത് എന്താ പറയുക, അത് ഒരു വ്യക്തി അങ്ങനെ ചെയ്യണത് വളരെ മോശമാണ് അതിൽ. കാരണം നമ്മളൊരു ഡിസ്കോഴ്സിൽ സംസാരിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾ ചിലപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റായിട്ട് പറയേണ്ടായിരിക്കുക, അപ്പുറത്തുള്ള ആൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റായിട്ട് സംസാരിക്കേണ്ടാവും. അപ്പോൾ കുറച്ച് അയാളുടെ ആ പോയിൻ്റ്, അയാൾ എന്ത് റീസൺസ് വെച്ചിട്ടാണ് അയാളുടെ ഒരു പോയിന്റിനെ വാലിഡേറ്റ് ചെയ്യുന്നത് അത് കേൾക്കാനുള്ള ശ്രമം നടത്തുക. അല്ലാണ്ട് ചുമ്മാ ആൾ വിഡ്ഢിയാണ്, ആൾ പൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ?
അറിയാവുന്നത് കുമ്പായി കുച്ചാണ്ട് പാണൻ കത്തർമ. ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന്റെ എല്ലാ ആൽബങ്ങളും അദ്ദേഹം എഴുതിയെന്നല്ല ഞാൻ പറഞ്ഞത്. കുമ്പായി കുച്ചാണ്ട് പാണൻ, അതായത് തന്റെ ജീവിത സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്ന ചില വരികൾ അദ്ദേഹമായിരിക്കും എഴുതിയത് എന്ന ചിന്തയിലാണ് ഞാനത് പറഞ്ഞത്. നിലവിൽ എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാൻ കഴിയാവുന്നതും അദ്ദേഹം ആ പാട്ട് എഴുതിയെന്ന നിലയിൽ തന്നെയാണ്. ഇനി അദ്ദേഹം അല്ല എഴുതിയെന്ന് വെച്ചോളൂ, യാതൊരു തർക്കത്തിലും ഞാനില്ല, ആരോ എഴുതിക്കോട്ടെ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് കടന്നു വന്ന് ആ സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ ഏറെ മനുഷ്യർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയത് അദ്ദേഹം ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ടല്ല, അദ്ദേഹം കഴിവിൽ ഒരുപാട് ഉയർന്നവനായതുകൊണ്ടാണ്. ഇവിടെ വേടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ജാതി 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 വരും. അപ്പോൾ ആ ജാതി എന്നുള്ള ഒരു സംഗതി വെച്ചിട്ട് മൂപ്പര് ഇങ്ങനെ കാശുണ്ടാക്കുകയാണ്, മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇവിടെ മൂപ്പര് പറയുന്നത്. അപ്പോൾ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ എൻ്റെ ഒരു കാര്യം. ഞാനിവിടെ പറഞ്ഞ അഖിൽമാരാർക്ക് എന്താണ് പറയാനുള്ളത്, വേടൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സംഗതിയെ നമ്മുടേതായ ഒരു ഇത് വെച്ചിട്ട് പെർസെപ്ഷൻ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം, അത്രയല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന എൻ്റെ അഭിപ്രായം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കേരള സമൂഹം സ്വീകരിച്ചതും കേരളത്തിലെ പുതിയ തലമുറ ആസ്വദിച്ചതും ഒക്കെ തന്നെ വേടന്റെ കഴിവ് കണ്ടിട്ടാണ്. വേടന്റെ പാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓറയിൽ നിന്ന് വേടൻ സൃഷ്ടിച്ച ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു പുതിയ തലമുറയുടെ. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റാണ് പുതിയ തലമുറ വേടനെ സ്വീകരിച്ചത്. എപ്പോഴാണ് വേടനെ സമൂഹം തള്ളിപ്പറഞ്ഞത്? വേടൻ ജാതിയിൽ താഴ്ന്നവനായത് കൊണ്ടാണോ സമൂഹം തള്ളിപ്പറഞ്ഞത്? അല്ല, മറിച്ച് ആദ്യമായിട്ട് ഒരു റേപ്പ് അലിഗേഷനിൽ പെടുകയാണ്. കേരളത്തിൽ ഒരു ക്രിമിനൽ ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിനെതിരെ, അതായത് ഒരു സ്ത്രീ പോലും നാളിതുവരെ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നാളിതുവരെ ഒരു സ്ത്രീ പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു നടനെ ഒരു ക്രിമിനൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള സമൂഹമാണ് കേരള സമൂഹം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ മലയാള സിനിമയിലെ പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച സമയത്തും കേരള പൊതുസമൂഹം ഇവരെയൊക്കെ തന്നെ അകറ്റി നിർത്തിയിട്ടുള്ളതാണ്. ഈ പല കേസുകളും ഇന്ന് എഴുതി കളയുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ വേടനെ സംബന്ധിച്ച് ക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ അയാൾ വെച്ചു പുലർത്തുന്നു എന്ന രീതിയിൽ ഒരു പെൺകുട്ടി എഴുതുകയും സാറ ജോസഫ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരോഗമന സാംസ്കാരികവാദികളൊക്കെ തന്നെ ഇതിനെതിരെ സംസാരിച്ചതിന് ശേഷവും അയാൾ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷവും കഞ്ചാവ് താൻ ഉപയോഗിച്ചിരുന്നുവെന്ന് പുള്ളി തന്നെ സമ്മതിച്ചതിന് ശേഷവും ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ മയക്കുമരുന്നും ലഹരിയും കാരണം കുട്ടികളും വരും തലമുറയും ഒക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം ചെയ്തത് ശരിയാണോ എന്ന ചോദ്യങ്ങളുമൊക്കെ ഉയർന്നപ്പോൾ പെട്ടെന്ന് ഇതാ എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. വേടൻ കറുത്തവനായതാണോ നിങ്ങളുടെ കുഴപ്പം? വേടൻ ജാതിയിൽ താണവനായതാണോ നിങ്ങളുടെ കുഴപ്പം? ഞങ്ങളുടെ ആരുടെയും കുഴപ്പം ഇതല്ല, അയാളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് നമ്മുടെ കുഴപ്പം. അയാൾ ഇനിയും പാടട്ടെ, അയാളുടെ പാട്ട് നമ്മൾ ഇനിയും ആസ്വദിക്കും എന്ന് കരുതി അയാൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ന്യായീകരിക്കാൻ ജാതി നോക്കി നമുക്ക് കഴിയുമോ? ഇനി ഈ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം ജാതീയമായി തനിക്കൊരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നു, തൻ്റെ ജാതി കൊണ്ട് തനിക്കൊരു പ്രിവിലേജ് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അയാൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ ഇന്റർവ്യൂവിൽ വേടൻ പറയുകയാണ്, അയാൾക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പഠിക്കാൻ കഴിയാത്തത് തൻ്റെ സാഹചര്യം കൊണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. തൻ്റെ DNA ജന്മന, അതായത് ജന്മം കൊണ്ട് ഒരു ദളിതന് പഠിക്കാനുള്ള DNA ഇല്ല, പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു DNA അല്ല ദളിതൻ്റെത് എന്ന് പറയുമ്പോൾ ദളിത് സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരാളായിട്ടല്ലേ യഥാർത്ഥത്തിൽ വേടൻ അവിടെ മാറുന്നത്. ഈ സമുദായത്തിൽ എനിക്ക് ഈ അഖിൽമാരാർ പറഞ്ഞ ഈ സാധനം ദളിത് സമൂഹത്തെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നുള്ളതിന് അധിക്ഷേപം ആവണമെന്നില്ല. അത് കഷ്ടസ്ഥിതി മൂപ്പരേക്ക് പഠിക്കാൻ കഴിവ് കുറവാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സെൻസിബിലിറ്റി ആ സമയത്ത് വർക്ക് ചെയ്തില്ല എന്നോ അങ്ങനെ എന്തോ ആയിരിക്കാം മൂപ്പർ ഉദ്ദേശിച്ചത്. എന്തായാലും അതിനെ മൂപ്പര് ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം ശരിയാണ്, എല്ലാവർക്കും എപ്പോഴും ഇപ്പോൾ ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കാനാവും താല്പര്യം, വേറെ ചിലർക്ക് ഫുട്ബോളായിരിക്കും, വേറെ ചിലർക്ക് എഴുതാനായിരിക്കും താല്പര്യം, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ സിലബസ് ഉണ്ടാക്കി തരുന്നത് സ്കൂൾ ലെവലിലെ കോളേജ് എവിടെയായിട്ട് സ്കൂളിലേക്ക് ഈ സിലബസ് ഉണ്ടാക്കി തരണം എല്ലാവർക്കും എന്തെങ്കിലും അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന ഒരു കോലത്തിലുള്ളൊരു സാധനമാണല്ലോ. അത് പഠിക്കാൻ പറ്റണില്ല, അതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ DNA ഇതില്ല എന്നൊക്കെ പറയുന്നത് ഇതൊരു തരം എസ്കേപ്പിസായിട്ട് എനിക്ക് തോന്നിയത്. അത് ആ സമുദായത്തെ ആക്ഷേപിച്ച പോലെ മാത്രം എനിക്കൊരു വിക്ടിം കാർഡ് കളിക്കണ പോലെ തോന്നി. സ്വയം ഒരു വിക്ടിം കാർഡ് കളിക്കുക, എനിക്ക് അതിന് കഴിവില്ല അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല, എനിക്ക് തോന്നുന്നില്ലത്. കാരണം അത്യാവശ്യം ഒരു ബേസിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു സിലബസാണുള്ളത്. പേർ സിവിൽ സർവീസ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സാമുകൾ എഴുതി പാസ്സായിട്ടുണ്ട്. KR നാരായണനെ പോലെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരിക്കുന്ന ദ്രൗപദി മുർമുവിനെ പോലെയുള്ള
എത്രയോ വ്യക്തിത്വങ്ങൾ ഈ മേഖലയിൽ നിന്ന് ലോകത്തിന്റെ നെറുക കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ IM വിജയൻ ആയിക്കോട്ടെ, PT ഉഷ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഇവരുടെ കഴിവ് കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെട്ടവരായി മാറിയപ്പോൾ കഴിവുകൊണ്ട് തന്നെ ശ്രദ്ധ നേടിയ വേടൻ പിന്നീട് ജാതി എടുത്തു വെച്ച് ഉപയോഗിച്ച് കളിക്കുന്ന ഈ നാറിയ കളി, അതും 2025 നമ്മൾ എതിർക്കേണ്ടതല്ലേ? ഇവിടെ വേടൻ പറയുന്ന ജാതി എന്നത് നമ്മൾ സാധാരണ രീതിയിൽ ചർച്ച ചെയ്യുന്ന ജാതി എന്നതിനപ്പുറത്തേക്ക് ജാതിനെ ഒരു മെറ്റഫറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ, അതായത് രണ്ട് ചേരിയിരുന്ന് ജാതി 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 എന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസം വരുമെന്ന് തോന്നുന്നു. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വേടൻ്റെ ജാതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദളിത് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഇതല്ലാണ്ട് അതായത് ആൾക്കാർ പൊതുവെ വേടൻ ജാതി പറഞ്ഞു. അപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ സാധാരണ കണ്ട് കേട്ട് പരിചയിച്ച ജാതിയാണ്, എക്സ്പീരിയൻസ് ചെയ്ത ജാതിയാണ് എന്നുള്ള ലെവലിലാണ് എടുക്കും. ഇതിന് പകരം ഇതൊരു ജാതി കാസ്റ്റ്, വേടൻ പറയുന്ന ജാതിനെ ഒരു കാസ്റ്റ് ആയിട്ട് എടുത്ത് നോക്കി. അപ്പോൾ എന്താ വെച്ചാൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഓപ്ഷനാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റഫറായിട്ട് എടുക്കുമ്പോൾ ഈ ഏത് തരത്തിലുള്ള ചൂഷണം ആയിക്കോട്ടെ, ഇപ്പോൾ കാസ്റ്റിൻ്റെ പേരിലായിക്കോട്ടെ, റേസിൻ്റെ പേരിലായിക്കോട്ടെ, കളറിൻ്റെ പേരിലായിക്കോട്ടെ, സാമ്പത്തികത്തിൻ്റെ പേരിലായിക്കോട്ടെ, അപ്പിയറൻസ് ബോഡി അപ്പിയറൻസിൻ്റെ പേരിലായിക്കോട്ടെ, സ്കിൻ കളറിൻ്റെ പേരിലായിക്കോട്ടെ, ഇതൊക്കെയുള്ള ഒരു അധിക്ഷേപമാണ് ഈ ഒരു സാധനം. അതായത് ഒരാളെ ചൂഷണം ചെയ്യാനും മാറ്റി നിർത്താനും അവഗണിക്കാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഏജൻസിയെ ആണ് ഇവിടെ കാസ്റ്റ് എന്നുള്ളൊരു മെറ്റഫർ കൊണ്ട് വേടൻ ഉദ്ദേശിച്ചതെന്നാണെങ്കിൽ ഇവിടെ ഈ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. അതായത് അങ്ങനെ ആകുമ്പോൾ അധകൃതർക്ക് വേണ്ടി പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി, ജാതീയമായിട്ട് മാത്രമല്ല പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി, സാമ്പത്തികമായിക്കോട്ടെ, സ്കിന്നിൻ്റെ പേരിലായിക്കോട്ടെ, കാശിൻ്റെ പേരിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് വേടൻ നിലകൊള്ളുന്നത്. ഇതൊരു ഇക്വാളിറ്റി ഉള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി ആയിരിക്കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജാതി 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 അത് ജാതി അത് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് വേടൻ പറയുമ്പോഴാണ് വിഷയം എനിക്കും ചില സമയത്ത് തോന്നുന്നു എന്താ ഈ ജാതിനെ കുറിച്ച് മാത്രം പറയുന്നത്. കാരണം ഇപ്പോൾ വേടൻ പറയുന്ന ഇപ്പോൾ ഹൈ ക്ലാസ് എന്ന്, സോ കോൾഡ് ഹൈ ക്ലാസ് എന്ന് പറയുന്ന ആൾ അവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണില്ലേ? അപ്പോൾ ഈ താഴത്തെട്ടുള്ള ആളുകൾ കീഴിൽ താഴത്തെട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള ചിലർ ഇതിനുവേണ്ടി വർദ്ധിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞു, അവർ മാത്രം ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഞാനൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിച്ച് ജാതിയുടെ പേരിൽ അങ്ങനെ പ്യുവർലി അതിൻ്റെ പേരിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തികത്തിൻ്റെ പേരിലും നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേരിലും അല്ലെങ്കിൽ വേറെ പലതിൻ്റെ പേരിലാണ് നമ്മൾ ഈ 2025 നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ പല കാര്യങ്ങളും കണ്ണടച്ചുകൊണ്ട് ഉള്ള ഒരു സംഗതിയാണ് ഇവിടെ തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനൊരു ഇതൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മറ്റേ നമുക്കറിയാമല്ലോ ഫ്ലൈറ്റ് അപകടത്തിൽ മറ്റോള് നായരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചെങ്ങായി തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ എത്ര ധൈര്യത്തോടു കൂടിയാണ് അവഹേളിച്ചത്. ഒരുപക്ഷെ ഈ ഒരു വൈബ് ഉണ്ടായിക്കൊണ്ട, കാരണം പൊതുവേ ആളുകളൊക്കെ ഇങ്ങനെ ഒരു രീതിയിലാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തും പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മേഡം പറഞ്ഞു തൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് സ്കൂൾ കാലഘട്ടം തൊട്ടാണ് ജാതിയുടെ ചിന്തകൾ അറിഞ്ഞു തുടങ്ങിയതെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ജാതിയില്ല, മതമില്ല, ഏത് രീതിയിലും നമ്മൾ ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലം. ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എനിക്ക് ചേർക്കാൻ കിട്ടും. നമ്മൾ ഇത് മാത്രമല്ല ഇങ്ങനെ കാണുന്ന ഇപ്പോൾ അഖിൽമാരാർ പറയണ അവരുടെ വീഡിയോസോ അതും അങ്ങനെയുള്ള ആൾക്കാരത് മാത്രമല്ല, നിങ്ങൾ ഇതിൽ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കി ഓരോരുത്തർ അവരുടേതായ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ വേറൊരു ആളുടെ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അവർ ക്രിസ്ത്യൻ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ജാതിയുടെ പേരിലല്ല, സാമ്പത്തികം വളരെ കുറവായിരുന്നു, അപ്പോൾ അതിൻ്റെ പേരിലാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന മറ്റുള്ളവരൊക്കെ അവരെ നായരാണെന്നുള്ള രീതിയിലോ ഇപ്പം നായരാണെന്നുള്ള രീതിയിലോ അങ്ങനെ കളിയാക്കിയത്. അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് ആയിട്ടല്ല തോന്നിയത് എന്നാണ് പറയുന്നത്. പിന്നെ വേറെ കാര്യം, എക്കണോമിക്കലി വീക്ക് സെക്ഷൻസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ നായർ കാസ്റ്റിലായാലും ഏതിലായാലും അപ്പോൾ ഈഴവ ആയിക്കോട്ടെ, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, അപ്പോൾ അതിൽ അവരനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കാസ്റ്റിൻ്റെ മാത്രം വിഷയമല്ല, അത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അത് വേറൊരു സംഗതിയുണ്ട്. വേറെ ചിലരിപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പല്ല് വിടർന്നതിൻ്റെ ഇതിലോ അല്ലെങ്കിൽ എന്താ പറയുക കഷണ്ടി ആയതിൻ്റെ പേരിലോ മൂക്ക് വലുതായതുകൊണ്ടോ ചെറുതായതുകൊണ്ടോ കറുത്ത കളറായതുകൊണ്ട് ഇതൊക്കെ ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാണ്ട് എല്ലാം കാസ്റ്റാണ് മെയിൻ വിഷയം എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലാണ് എന്നുള്ളൊരു സംഗതി കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. നേരത്തെ വേടനെ കംപ്ലീറ്റ് കുറ്റപ്പെടുത്തുക എന്നല്ല, എൻ്റെ ഇതുള്ളൂ. കാസ്റ്റ് എന്നുള്ളത് ആളുകളെ ചൂഷണം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പലരും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. പക്ഷെ അത് മാത്രമല്ല, കാസ്റ്റ് മാത്രമല്ല, വേറെയും കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വേടൻ വാദിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ വേടൻ അങ്ങനെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് കേട്ടോ.
ഇതിപ്പോൾ മൂപ്പര് അഭിപ്രായം പറയുന്നത് മാത്രം. അങ്ങനെ അത്തരം ഈ ജാതീയമായ വേർതിരിവുകൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. പക്ഷേ അധ്യാപകരും അനധ്യാപകരും സർക്കാരും അത് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ലെംസം ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പോൾ ലെംസം ഗ്രാൻഡ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു 8 വയസ്സുകാരൻ അല്ലെങ്കിൽ 9 വയസ്സുകാരൻ അവനെവിടെ ഇതിൻ്റെ കൂടെ കൂട്ടിവെക്കേണ്ട വേറെ സാധനം, ഇപ്പോൾ ജാതീയമായിട്ട് വിക്ടിം കാർഡ് കളിച്ചില്ല 3 കളികളുണ്ടല്ലോ. നമ്മളെല്ലാവരും പറഞ്ഞു ജാതീയമായിട്ട് അവഹേളിച്ചെന്ന് പറഞ്ഞൊരു വിക്ടിം കാർഡ് കളിയാണ് അവർ കളിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വേണത്. അതായത് അവരത് അങ്ങനെ പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. വേടൻ ഇതിങ്ങനെ പറയുമ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. അവർ 69 ലക്ഷം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വേടനെതിരെ ലൈംഗികാരോപണം ഉണ്ടായത്. പക്ഷെ നമ്മളതാണ് തള്ളി മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കി. അതുപോലെ കഞ്ചാവ് കേസിൻ്റെ കൂടെ കാര്യം വന്നാൽ പുലിപ്പല്ലിൻ്റെ കാര്യം വന്നാൽ നമ്മൾ ചില കാര്യം മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കി. പക്ഷെ 69 ലക്ഷത്തിൻ്റെ അവിടെ കേസ് വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് അവരെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എങ്ങനെയെന്ന് പറയും. അപ്പോൾ അവിടെ അവർക്ക് ഒരു തരത്തിലുള്ള പരിഗണന കിട്ടിയില്ല. എന്നാൽ ഇത് പരിഗണിക്കണം എന്നല്ല പറയണത്. ഇതിങ്ങനെ 10 രൂപ കിട്ടാൻ അവൻ ആഗ്രഹിക്കും. അപ്പോൾ അവൻ്റെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള KPMS വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ലെംസം ഗ്രാൻഡ് കിട്ടുന്ന സമയത്ത് അവൻ ചോദിക്കും, എടാ നിനക്കെന്താണ് പൈസ ഇല്ലാത്തത്, അത് നിനക്ക് കിട്ടുന്നത് എന്ത് കാരണത്തിലാണ് ആലാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നതെന്ന് ഈ 2 പേർക്കും അറിയില്ല. അപ്പോൾ ഈ നായർ വിഭാഗത്തിൽപ്പെട്ട കുട്ടി പോയിട്ട് വീട്ടിൽ പോയി അവൻ്റെ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ അമ്മയോടോ ഒക്കെ ചോദിക്കും, അമ്മ ഇന്ന എൻ്റെ കൂടെ പഠിച്ച പയ്യന് ലെംസം ഗ്രാൻഡ് കിട്ടി, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ നാളെ പോയി ടീച്ചറോട് ചോദിക്കട്ടെ എനിക്ക് എന്താ തരാത്തതെന്ന്. അപ്പോൾ പെട്ടെന്ന് ഈ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ പറയും, മോനെ നീ അങ്ങനെ ഒന്ന് ചോദിക്കല്ലേ, അത് നാണക്കേടാട്ടോ, നമ്മളങ്ങനെ ഒന്നും ചോദിക്കരുത്, അത് നമുക്കങ്ങനെയൊന്നും അതൊക്കെ അവരൊക്കെ അങ്ങനെ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് സ്കൂളിൽ നിന്ന് അത് കൊടുക്കുന്നത്. ഞാൻ ഇത് ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ ചുറ്റും കണ്ട എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ചെറുപ്പത്തിൽ സംസാരിച്ചിരുന്ന ഒരു കാര്യം, സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്ന എന്നാൽ ഈ പറയുന്ന ജാതീയമായിട്ട് മുന്നോക്കാവസ്ഥയുള്ള ആളുകളാണ് എന്ന് പറയപ്പെട്ടിരുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പുസ്തകങ്ങൾ വാങ്ങാൻ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയുണ്ട്. ഇവർക്കൊന്നും ഈ സംഗതി കിട്ടിയിരുന്നില്ല, പലർക്കും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇവരെന്താ കാര്യം വെച്ചാൽ ഇവർ അവർക്ക് പൈസ കിട്ടും നമുക്ക് കിട്ടില്ല. പക്ഷേ ഇത് കിട്ടുന്ന പല ആളുകളും ഞാൻ പറഞ്ഞ ഇത് കിട്ടാതിരുന്ന ആളുകളെയൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോക്കാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടേണ്ട രീതിയിൽ ഡിസേർവിങ് ആയി അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട രീതിയിൽ മൊത്തം മാറ്റിമറിക്കാനൊന്നും പറ്റണമെന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഈ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സംവരണത്തിന് എതിരൊന്നുമല്ല കേട്ടോ, അർഹതയുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അതായത് പ്യുവർലി മെറിറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഒരു അവസ്ഥയുടെ പേരിലോ സ്കോളർഷിപ്പുകൾ കൊടുക്കണമെന്ന് ഒരു പക്ഷം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ, അല്ല ഇപ്പോൾ ഉള്ള ഒരു സംഗതി ജാതീയമായിട്ടുള്ള ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള സംഗതികൾ കിട്ടണം, അത് അർഹിക്കുന്നുണ്ട് അവർ ഞങ്ങൾ എന്നുള്ള രീതിയിൽ കുറേ ഡിസ്കഷൻ അത് അവിടെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എക്കണോമിക്കലി വീക്കർ സെഷൻസിന് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി, ഇത് നമ്മൾ കേരളത്തിലും ഈ സംഗതി നടപ്പാക്കിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അല്ല അധികം വേണ്ട, നമ്മൾ ഈ പൊളിറ്റിക്കൽ സ്ഥാനത്തേക്ക് പോകണ്ട. ഇതാണ് പ്രശ്നം. ഇവിടം തൊട്ട് ഈ സർക്കാർ തുടങ്ങി വെച്ച ഈ നാറിയ ഈ പരിപാടി മുതലാണ് സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ വിവേചനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിവേചനത്തിൻ്റെ കാരണക്കാരാണ്. അവരെ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ സഹായിച്ചോളൂ, പക്ഷേ സ്കൂളിലെ PTA അല്ലെങ്കിൽ നമ്മുടെ ഈ റൂമുകളിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസ്സിൽ പേര് വിളിച്ച് ഇവരെ എണീപ്പിച്ച് നിർത്തി ഇന്ന ആൾക്കാരെ അവിടേക്ക് വിളിക്കും. ഞാനൊക്കെ പഠിച്ച സമയത്തുള്ള അനുഭവങ്ങളാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ അവിടെ അവന് ലെംസം ഗ്രാൻഡ് കിട്ടാൻ കാരണമാകുന്നത് എന്തോ ഒന്ന് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ എന്തോ കൂടിയവനാണ്, അവന് കിട്ടുന്നത് അവനെന്തോ കുറഞ്ഞവനാണ് എന്നുള്ള ചിന്ത കുട്ടികൾക്കിടയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് വേടൻ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. ഇനി 2, ഇപ്പം വേടൻ ഈ പറഞ്ഞ ജാതിയിൽ തൻ്റെ DNA-യിൽ തൻ്റെ ജാതിയിൽ ഇതൊന്നും തന്നെ പഠിക്കാനുള്ള കഴിവില്ല എന്ന് വേടൻ സ്വയം ചിന്തിച്ചാൽ, കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജാതിയും ഇതാണ്. രജ സപ്ത തമോ ഗുണപ്രദമാണ് ജാതി എന്നാണ് പറയുന്നത്. ഒരുവൻ്റെ സ്വഭാവം, ഒരുവൻ്റെ ഗുണം, ഒരുവൻ്റെ കഴിവാണ് അവൻ്റെ യഥാർത്ഥ ജാതി എന്നാണ് കൃഷ്ണൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടായാലും കൃഷ്ണൻ്റെ വാക്കുകളും വേടൻ്റെ വാക്കുകളും ഒക്കെ ഒന്നാണ്. പിന്നെ വേടൻ ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒക്കെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് പൊതുശ്രദ്ധ, ജനശ്രദ്ധ കേരളത്തിൽ കിട്ടിയ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു. സിംപിളി പറഞ്ഞാൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു വേടൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തിനായിരുന്നു? അതും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നാളെയും അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം, അയാൾ രക്ഷപ്പെടണം.
ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു തന്നെ വരിക തന്നെ വേണം. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഓരോ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന് അവർ അഭിമാനിക്കത്തക്ക വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എതിർത്തത് വേടനെയല്ല, വേടൻ എന്ന് പറയുന്ന വ്യക്തിയല്ല. വേടനെ മുൻനിർത്തിക്കൊണ്ട് ജാതി ഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇന്നാട്ടിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കപട പുരോഗമനവാദികളെയും നാളിതുവരെ ഇന്നാട്ടിലെ ദളിതരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത, വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ 68 വർഷങ്ങൾക്കിപ്പുറവും കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞ് 68 വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ ജാതീയ വിവേചനം നിലനിൽക്കുന്നു, നിശബ്ദമാക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കണം എന്നൊക്കെ വേടൻ പറഞ്ഞെങ്കിൽ അവരെ ഈ വിധമാക്കി തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെയാണ് ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനുള്ളത്. അല്ലാതെ വേടൻ, ഞാൻ അഖിൽമാരാർ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും എൻഡോസ് ചെയ്യണമെന്നില്ല കേട്ടോ. ചില കാര്യങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയല്ല. വേടന്റെ സമൂഹത്തിൽ, വേടന്റെ കാഴ്ചപ്പാടിൽ, വേടന്റെ അറിവിൽ നിരവധി മനുഷ്യർ ഒരുപക്ഷെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും അയാൾ സംസാരിക്കുന്നത്. വേടനെതിരെയല്ല ഞാൻ പറഞ്ഞത്. ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് താനും, ഞാൻ വേടനെതിരെയല്ല, വേടനെ മുൻനിർത്തി കളിക്കുന്ന നാറിയ സമൂഹത്തിനെതിരെയാണ്. ഈ സമൂഹത്തിന്റെ ഇവിടെ ഏറ്റവും കൂടുതൽ ആർട്ട് വിറ്റഴിക്കപ്പെടണമെങ്കിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രാഷ്ട്രീയം പറയുക എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ വേറൊരു കാര്യം ജാതി പറയുക എന്നുള്ളൊരു സംഗതി. ഇത് രണ്ടെണ്ണം ചൂടപ്പം പോലെ അവനവൻ്റെ കല വിറ്റഴിക്കപ്പെടും എന്നറിയാത്ത ഒരുത്തനം നല്ലൊരു വേടൻ. അപ്പോൾ ഇത് രണ്ടെണ്ണം വേടൻ ചെയ്യുന്നുണ്ട്, രണ്ടും കൂടി മിക്സായിട്ട് വരുന്ന പോലെയായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. അപ്പോൾ അതാണ് സംഗതി, അതാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ രണ്ട് സംഗതി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മൂപ്പര് ചെയ്തിട്ടുള്ള, മൂപ്പർക്കെതിരെ വന്നിട്ടുള്ള മറ്റേ കേസുകൾ ഇതൊക്കെ പോവുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അയാൾ എതിർപക്ഷത്തുള്ള ആളായി, അയാൾ വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ്. ഈ സാധനം ഉപയോഗിച്ചിട്ട് ആളുകൾ ഒരു കാര്യത്തിൽ നോക്കി കണ്ടുവന്നത് ഈ ഇമോഷൻ വെച്ചിട്ടാണ് പറയണത്. ഇപ്പോൾ വേടനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. വേടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേടനിപ്പോൾ വേടൻ അമ്മയെക്കുറിച്ച് പറയുന്നത്, വേടൻ്റെ കുട്ടിക്കാലത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നത്, വേടൻ്റെ കല, വേടൻ്റെ പാട്ടുകൾ, വേടൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് ഒരാൾ ഈ ജാതിനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ കുറേ വിക്ടിം കാർഡ് കളിക്കുന്ന പരിപാടി. പക്ഷേ ചോദിച്ചാൽ ഞാൻ വിക്ടിം കാർഡ് കളിക്കല്ല, അല്ലെങ്കിൽ ആ ഒരു വൈബല്ല എന്നുള്ള രീതിയിൽ സ്വയം പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ തോട്ട ജാതിനെക്കുറിച്ച്. അപ്പോൾ ഈ ലോകത്ത് ജാതി അനുഭവിക്കുന്ന ആളുകളെ റെപ്രസെൻറ്റ് ആ രീതി, ജാതി മൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടി ഒരു വേടങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്ന സമത്വത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം. ഓക്കെ, നമ്മളൊരു ആ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ. പക്ഷേ ഇത് ഇപ്പം നമ്മൾ ഡീകൺസ്ട്രക്റ്റീവായ രീതിയിൽ ഇതിനെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പ്രിവിലേജ് അനുഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരു തരത്തിൽ പ്രിവിലേജ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു നന്നായി കളിക്കാൻ അറിയണവർക്ക് അത് നടക്കും. അതേപോലെ ഇപ്പോൾ പ്രിവിലേജ്ഡാണ് വിചാരിച്ചിട്ട് ആളുകൾ മൊത്തം അവരെ ആക്രമിക്കില്ലേ, അവർക്ക് ഈ പ്രിവിലേജൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അവരനുഭവിക്കേണ്ടായിരിക്കുക, ഒരു പക്ഷേ അതിനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഹയറാർക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ 2025 ജാതി പറഞ്ഞിട്ട് വേടങ്ങനെ വരുമ്പോൾ, വേടൻ തുടക്കത്തിൽ ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് ഉണ്ട് ജാതിനെ കുറിച്ച് ഇങ്ങനെ അനുമേനോനായിട്ടുള്ള ഒരു സംഗതി ഒക്കെ വരുമ്പോൾ, ഇത് വേടൻ്റെ അനുഭവങ്ങളെന്നാണ് ഒരുപക്ഷെ പറയേണ്ടായിരിക്കും. പക്ഷേ വേടൻ ഒരു കലാകാരൻ കൂടിയാണ്. ആ കല എങ്ങനെ വിൽക്കാമെന്ന് വേടൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും, അല്ലാത്ത ഒരാളായിരിക്കില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ഇൻ്റർവ്യൂ കണ്ട്, വേടൻ്റെ ഇൻ്റർവ്യൂ അല്ല, മറ്റേ ഗിരീഷ് പുലിയൂരോ, മൂപ്പര് പറയുന്നുണ്ട് പുഴകളെ സംരക്ഷിക്കാൻ, കാടിനെ സംരക്ഷിക്കാൻ വേണ്ടി വേടൻ കവിതകൾ എഴുതട്ടെ ഇതൊക്കെ പറയട്ടെ. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി പ്രസക്തമല്ല, വേറെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു സംഗതി വരുന്നുണ്ട്. മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു നായരും ഒരു ദളിതനും പരസ്പരം തോളിൽ കൈയിട്ട് സഹകരിച്ചാൽ. പിന്നെ ഇതിൽ വേറെ കാര്യമുണ്ട്, ഈ സ്പ്ലിറ്റ് ഉണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ ആൻഡ് ബി എ കിങ് ഓൾവേസ് എന്നൊരു സാധനമല്ലോ. ആളുകളെല്ലാവരും ഒരുമിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇക്വാളിറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലൊരു സംഗതിയായിട്ട് അത് പുറത്തേക്ക് വരണത് അല്ലേ, ജാതിയുടെ പേരിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം. അപ്പോൾ അത് വേടൻ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണതായിരിക്കില്ല, പക്ഷേ ആളുകൾ രണ്ട് ചേരി തിരിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ വേടനെ കുറിച്ച് ഏതെങ്കിലും ഒരു കുറ്റം പറയണവരൊക്കെ എന്തായി, വേടൻ്റെ ഓപ്പോസിറ്റായി. അങ്ങനെയല്ലല്ലോ സംഗതി. അപ്പോൾ ഇവിടെ എന്താ, അത് ആ ഒരു അന്ധമായ രീതിയിൽ ബ്ലൈൻഡായിട്ട് ഒരാളെ ഇങ്ങോട്ട് തലകേറ്റി വെക്കുന്ന ഒരു ഐഡൽ വർഷിപ്പ് പോലുള്ള ഒരു സാധനമാണ് തോന്നണം, ആയി മാറുന്നുണ്ട് തോന്നുന്നു ആളുകൾക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് പോയിന്റേന്ന്, രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ. അതന്നെ
ഒരു കാര്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആളുകൾ അപ്പോൾ എന്താ വെച്ചാൽ കുറേ ഒരു ആളുകളുടെ മൊത്തം ശ്രദ്ധയും പിടിച്ചു പറ്റാൻ പറ്റും. അതേപോലെ തന്നെ അങ്ങനെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയാണ് ഇവിടുത്തെ ജാതീയത. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അവർണർക്ക് വേണ്ടി നയിച്ച ജാഥ എന്നാണ് അറിയപ്പെടുന്നത്. അവർണനെ ക്ഷേത്രത്തിൽ കയറ്റാൻ സവർണർ നയിച്ച ജാഥയായിരുന്നു അത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്ത് താഴെ തട്ടിലേക്ക് പോയവരെ, സാമൂഹികമായോ സാമ്പത്തികമായോ മറ്റു രീതിയിലോ താഴെ തട്ടിലേക്ക് പോയവരെ പിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ധാരാളം മനുഷ്യർ കൂടി നമ്മുടെ നാട്ടിലുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ നിരവധി ആൾക്കാരുടെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും തങ്ങളുടെ അടിമകളായി ദളിതർ മാറണം എന്ന ചിന്തയിൽ ദളിതനെ നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും രക്ഷപ്പെടുത്താതെ നിശബ്ദരാക്കി വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരും വേടനെ മുൻനിർത്തി കളിക്കുന്ന നാറിയ കളികൾക്കെതിരെ മാത്രമാണ് ഞാനും സംസാരിച്ചത്. ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് BJPയോ RSSനെ സഹായിക്കുക എന്നുള്ളതല്ല. ഈ നാട്ടിൽ നമ്മൾ ജാതി ഇല്ലാതെ ജീവിക്കണമെങ്കിൽ, ജാതിരഹിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചിന്തിച്ചേ പറ്റൂ. അല്ലാതെ BJPക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വേടൻ അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലെ സിസ്റ്റം മാറില്ല. ഈ ദളിതർ എന്ന് നിങ്ങൾ ആക്ഷേപിച്ച് വിളിക്കുന്ന, ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു 3 വർഷക്കാലം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചത് അവരൊക്കെ താമസിച്ച ഒരു കോളനിയിലായിരുന്നു. അവരിൽ ഒരാളായിട്ടായിരുന്നു ഞാൻ താമസിച്ചത്. ഞാൻ വളർന്നതുമൊക്കെ തന്നെ വേടനൊക്കെ കടന്നു വന്ന വഴികളെക്കാൾ മോശമായ വഴികളിലൂടെ തന്നെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കടന്നു വന്ന വഴികളെക്കുറിച്ച് പറയരുത്. ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ 2 ജാതിയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. ഉള്ളവനും ഇല്ലാത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും, അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും. അതുകൊണ്ട് വേടനെ മുൻനിർത്തി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതീയമായ വൃത്തികെട്ട കളി കളിക്കാതിരിക്കുക. താൽക്കാലികമായ പിന്തുണ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് കൺവേർട്ട് ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന ചിന്തയിൽ ദളിതരെ മുൻനിർത്തി ദളിതരുടെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന പരിപാടിക്ക് വേടനും പോകാതിരിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് പോകാതിരിക്കാമെന്ന് അഖിൽമാരാർ അങ്ങനെ പറയുന്ന വലിയ കാര്യമില്ല. അതൊരു സജഷൻ പോലെയൊക്കെ വെക്കാം. അല്ലാണ്ട് ഓർഡർ പോലെയൊന്നും ആ രീതിയിൽ എനിക്ക് ഇത് കാണാൻ താല്പര്യമില്ല. അതൊരു റിക്വസ്റ്റ് പോലെയൊക്കെ വേണമെങ്കിൽ അത് വേടൻ്റെ താല്പര്യമാണ്. ഈസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ എങ്ങനെ അതുവഴി കാശുണ്ടാക്കാം, എങ്ങനെ മൂപ്പരെ കലാമേഖലയിൽ ഇടപെടാം, എങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതിനൊക്കെ അറിയുന്ന ഒരാളായിരിക്കുമല്ലോ വേടൻ. അപ്പോൾ വേടൻ ഒരുപാട് ദുരിതം അനുഭവിച്ച് വളർന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഹാപ്പിയായി കാശുള്ള കുടുംബത്തിൽ നന്നായി നോക്കി അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള എല്ലാ അർഹതയും യോഗ്യതയും എല്ലാവരെയും പോലെ വേടനും ഉണ്ട്. വേടൻ അടിപൊളിയായിട്ട് മുന്നോട്ട് വരുന്നതിന് നമുക്ക് ആഗ്രഹം. കാരണം നമുക്ക് എല്ലാവർക്കും വേടനെ ഇഷ്ടമാണ്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെയുള്ള കുറേ കളികളുണ്ടല്ലോ, ഈ കളികളോട് കാണുമ്പോൾ നമ്മൾ അതും മുഴുവനായിട്ട് ഇങ്ങോട്ട് വെള്ളം കൂട്ടാണ്ട് വിഴുങ്ങുക എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജാതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതന്നെ മുഴച്ചിങ്ങനെ നിൽക്കുകയാണത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന വേറെ കുറേ അപകടങ്ങളുണ്ട്. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വായിക്കണം തോന്നുന്നു. ഇപ്പോൾ ജാതിയുമായിട്ട് പലരും അധിക്ഷേപിക്കപ്പെട്ടേക്കാം, പെട്ടിട്ടുണ്ട്. അതേപോലെ സാമ്പത്തികമായി അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, പല രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേടൻ പറയുന്ന ഈ കാസ്റ്റ് എന്നത് നമ്മൾ CASTE കാസ്റ്റ് എന്നത് ലിറ്ററൽ മീനിങ്ങിന് അപ്പുറത്തേക്ക് അതൊരു മെറ്റഫറിക്കലായിട്ടുള്ള ഒരു കൊണോട്ടേഷൻ വരികയാണെങ്കിൽ അത് ചൂഷിതരായ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന ഒരു വേടനായിട്ട് ഇത് മാറും എന്ന് തോന്നുന്നു. പിന്നെ ഒരാളങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ പറയുക, ആളെ ഒരു വിഗ്രഹം ആരാധിക്കണ പോലെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടോ, അതും വേറെ കുറേ വിഷയങ്ങളിലേക്ക് നയിക്കൂലേ എന്നൊക്കെ തോന്നുന്നു. പിന്നെ എന്തൊക്കെ സംഭവം നടന്നാലും എപ്പോഴും 2 ടീമായിട്ട് ആളുകളെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇതിലൊക്കെ ഈ പറയുന്ന പോലെ ചില സമയത്ത് ആളുകളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ആയിരിക്കും ഈ സാധനത്തിനെ പലപ്പോഴും തടസ്സപ്പെടുത്തണത്. അപ്പോൾ എന്തായാലും ഉള്ള ചർച്ചകളൊക്കെ നല്ലതിനാവട്ടെ. അപ്പോൾ അഖിൽമാരാറിൻ്റെ ഒരു വേർഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കലായിട്ട് മാത്രം കാണുന്ന സമയത്ത് ഞാൻ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെ ഒരു സാധനമല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ പോയിൻ്റ് അല്ല. എൻ്റെ പോയിൻ്റ് ഇതാണ്. ഈ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വേടൻ ജാതിയുമായിട്ട് ജാതി ഇങ്ങനെ പറയും. എനിക്ക് ജാതി മാത്രമാണ് ആളുകൾ ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ വലിയ വിഷയം എന്ന്, അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാനും ഒക്കെ ഉള്ള ഒരു ടൂൾ എന്നുള്ള കാസ്റ്റ് മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല. പലതിൻ്റെ പേരിൽ ആളുകളിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേടൻ അറിയുന്നുണ്ടോ ആവും.